ഒന്ന് മടക്കി കളയാൻ പറ. 92-കാരിയായ ദേവി വോട്ട് ചെയ്യുന്നതിനിടയിലാണ് സമീപത്ത് നിന്ന് CPM നേതാവ് ഗണേശൻ പേന വാങ്ങി വോട്ട് രേഖപ്പെടുത്തിയത്. മുതിർന്ന പൗരന്മാരെ വീട്ടിലെത്തി വോട്ട് ചെയ്യിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ ദേവിയുടെയും വീട്ടിലെത്തിയത്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പുറമെ പോലീസുകാരനും വീഡിയോഗ്രാഫറും ഒപ്പമുണ്ടായിരുന്നു. എല്ലാവരും നോക്കി നിൽക്കുകയാണ് CPM നേതാവിന്റെ ഇടപെടൽ. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോ പോലീസുകാരനോ വോട്ട് ചെയ്യുന്നത് തടയാനും തയ്യാറായില്ല. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നതോടെ കള്ളവോട്ടെന്ന ആരോപണം ശക്തമാക്കി കോൺഗ്രസും BJPയും രംഗത്തു വന്നു. CPM കള്ളവോട്ട് ചെയ്തേ ശീലമുള്ളൂ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പഠിച്ചതല്ലേ ചെയ്യാൻ പറ്റൂ. ഇത്തരം വോട്ട് രേഖപ്പെടുത്തിയ ഇടങ്ങളിലൊക്കെ തന്നെ വീണ്ടും പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വിഷയം പാർട്ടി പരിശോധിക്കുമെന്നായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയുടെ പ്രതികരണം. അങ്ങനെ തെറ്റായിട്ടോ അഹിതമായിട്ടോ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടോ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്നും കൂട്ടുനിൽക്കുന്നവരല്ല, ഒരു തെറ്റിനും കൂട്ടുനിൽക്കുന്നവരല്ല ഇടതുപക്ഷം. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭരണാധികാരിയായ കണ്ണൂർ കളക്ടർ നടപടിയെടുത്തു. വോട്ടിംഗിന്റെ രഹസ്യ സ്വഭാവം ഇല്ലാതാക്കിയതിന് വീഡിയോഗ്രാഫർ ഉൾപ്പെടെ 4 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. CPM നേതാവടക്കം 6 പേർക്കെതിരെ കണ്ണവരം പോലീസ് കേസുമെടുത്തു. CPMന്റെ ശക്തി കേന്ദ്രമായ കല്യാശ്ശേരി മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കള്ളവോട്ട് കണ്ടെത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.